നിങ്ങളിപ്പോൾ ഈ വീഡിയോനകത്ത് കണ്ടത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി സുധിലയം എന്ന് പറഞ്ഞ അവിടെ ആ വീട്ടിൻ്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡ് അഴിച്ചു മാറ്റിയിട്ട് വെറും സുധിലയം എന്ന് പറയുന്ന ഒരു ബോർഡ് അവിടെ വെക്കുന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മുന്നത്തെ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിറോസ് പറഞ്ഞ വാക്ക് പാലിച്ചു. ഫിറോസ് ആ ബോർഡ് എടുത്ത് മാറ്റി ഇനി സുധിലയം എന്ന് പറയുന്ന ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ചിത്രീകരിച്ചത് രേണു സുധിയുടെ വീട്ടിൽ നിന്ന് ആണ്. രേണു സുധിയല്ല എന്തായാലും ചിത്രീകരിച്ചത്. രേണുസുധിയുടെ അച്ഛനോ മറ്റോ ആണ്. പിന്നെ അവിടെ ചെറിയ 1-2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ മക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരൊക്കെയാണ് ചിത്രീകരിച്ചത്. അവരെ ബോർഡ് അഴിച്ചു മാറ്റി പോകുന്ന രംഗമാണ് അതിൻ്റെ അകത്ത് പിടിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഋതപ്പൻ്റെ ചാനലിലോ അങ്ങനെയാ മറ്റാണ്. പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ രേണുസുധിയെക്കാളും രേണുസുധിയെക്കുറിച്ച് അധികം പറയുന്നില്ല ഇതിൻ്റെ അകത്ത്. എങ്കിലും കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ കിച്ചു ഇന്നലെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിലധികം ദൈർഘ്യമുണ്ട് ആ ലൈവിന്. അതിൻ്റെ അകത്ത് കിച്ചു ചോദിക്കുന്നുണ്ട്, ഇത് കുറേ ആയി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് എല്ലാവരുടെയും സംശയം തീർത്തുതരാം, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് പറഞ്ഞ് കിച്ചു പല മറുപടിയും അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും അതിൻ്റെ അകത്ത് വീണയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് കൊല്ലം സുധിയുടെ 2ാമത്തെ ഭാര്യ ആയിരുന്ന വീണ എസ് പിള്ളയെ കുറിച്ചിട്ടാണ് കിച്ചു പറയുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞ ശേഷം അധിക കാലമൊന്നും ഉണ്ടായിരുന്നില്ല, എപ്പോഴും വഴക്കൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് കിച്ചു പറയുന്നത്. നമുക്ക് ആദ്യം കിച്ചു പറയുന്നതൊന്ന് കേൾക്കാം. സെറ്റായിട്ടില്ല ഒന്നും. ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി, ഒരു സമയം കഴിഞ്ഞപ്പോൾ അതും ഇതായി, രണ്ടാമത് കെട്ടിയത് ഇതിലൊക്കെ അല്ലായിരുന്നു. പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, ലൈഫല്ലേ. എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഒക്കെ അല്ല. എപ്പോഴും മഴക്കാരൻ രാത്രി 2 മണിക്ക് ഒരച്ഛൻ വീട്ടിൽ ഞാനപ്പം ഇവിടെ നിൽക്കുന്നു, ഇവരുടെ ഒപ്പം നിൽക്കുന്നു. അവർ രണ്ടുപേരും പോളത്തോട് വീട്ടിലായിരുന്നു. അല്ലെങ്കിൽ അതാ നല്ലത്. രണ്ടാൾക്കാർ ഒരുമിച്ച് പോകത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരുന്നു താമസിച്ചോണ്ടിരുന്ന. ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്തമ്മയാണെങ്കിലും വരുന്നതും. അല്ലാണ്ട് മറ്റേ ഇവർ ഡൈവേഴ്സ് ആവാനുള്ള കാരണം ഈ അമ്മയെ വെച്ചിട്ടുള്ളതല്ല. ഇന്നെങ്ങനായിരുന്നു എന്നിട്ട് അവർ സംസാരിച്ചു. ഈ വീഡിയോൻ്റെ തന്നെ കിച്ചു കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, രേണു കാരണമല്ല ഇവരുടെ ബന്ധം പിരിഞ്ഞത്, അല്ലാതെ തന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് കിച്ചു പറയുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, കിച്ചു ഇപ്പോൾ വളരെ ചെറിയ പ്രായമല്ല, കിച്ചുവിനെല്ലാം മനസ്സിലാകുന്ന ഒരു പ്രായമാണ്. പിന്നെ കിച്ചു ഇത് പറയാൻ ഇടേണ്ടായ സാഹചര്യം കിച്ചു തന്നെ പറയുന്നുണ്ട്, എല്ലാ കുറ്റും എൻ്റെ അച്ഛൻ്റെ തലയിൽ കൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ പുതിയ അമ്മ എന്ന് പറഞ്ഞിട്ട്. ഈയിടെ കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ അകത്ത് ഒരു ചേച്ചി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനാണ് കിച്ചുവിനെ നോക്കിയത്. ഇങ്ങനെ ഇനി എത്ര ആൾക്കാർ വരാനുണ്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം വീണയുടെ ഒരു വോയിസും കൂടി ഇതിൻ്റെ അകത്ത് വെക്കും, അവസാനം വെക്കും. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ വിവാഹ ജീവിതം 3 വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ 3 അത്രയും നല്ല രീതി ആയിരുന്നില്ല പോയിക്കൊണ്ടിരുന്നത്. 1ാമത്തെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം അത് പോയി. അതിനുശേഷമാണ് വീണയെ വിവാഹം കഴിക്കുന്നത്. അതും അധികാലം നിന്നില്ല. അങ്ങനെയാണ് രേണു കടന്നു വരുന്നതൊക്കെ പറയുന്നുണ്ട്. വീണ പറഞ്ഞിരുന്നത് ഇവരുടെ വിവാഹം ഇത് തകരുന്നതിന് ഒരു പ്രധാന കാരണം രേണു ആണെന്നാണ്. എന്നാൽ കിച്ചു അത് തള്ളി പറയുന്നുണ്ട്. കിച്ചു പറയുന്നുണ്ട് അതല്ല, അല്ലാതെ തന്നെ അവർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയുന്നത്, ഒരു വ്യക്തി, ഇനി അയാൾ എന്തോ ആയിക്കോട്ടെ, അയാൾ മരിച്ച് ഇപ്പോൾ 2 വർഷമായി. 2 വർഷമായ ശേഷമാണ്, മരിച്ച ശേഷം ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ഇത് ഒരു ആദ്യത്തെ സംഭവം പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ആർക്കും എന്തും വേണമെങ്കിലും പറയാം. കാരണം ആ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്ന കാലത്താണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വന്നിട്ട് പറയായിരുന്നു ഇതാണ് സത്യം എന്നുള്ള കാര്യം. അദ്ദേഹം ഇല്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തും അങ്ങനെ ആയിരുന്നു എന്നൊക്കെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഇത് തെളിയിക്കാൻ പറ്റുക? എല്ലാവരും പറയും ഫ്രണ്ട്സിനറിയാം, അങ്ങനെ അറിയാം. ഇത് കുറേ വർഷങ്ങൾ മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീണ തന്നെ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് പറയാമെന്നൊക്കെ. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് രേണുവിനെ ന്യായീകരിച്ച് പറയല്ല. പക്ഷെ രേണു ഇതുവരെ ആയാലും ഒരു വീഡിയോയിലും വന്നിട്ട് വീണ എന്ന് പറയുന്ന ഒരു പേര് അതിൻ്റെ അകത്ത് രേണു ഇതുവരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് പറയുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പിന്നെ വീണ പറയുന്നത് എന്ന് വെച്ചാൽ, രേണു അതായത് വീണയുടെ സ്റ്റുഡൻസിൻ്റെ ഡാൻസ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനോടും അവരുടെ അമ്മമാർ അങ്ങനെ അവരോടൊക്കെ മോശമായിട്ട് വീണയെക്കുറിച്ച് പറഞ്ഞത്. കുറേ ഞാൻ ക്ഷമിച്ചു, അതിന് ശേഷമാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ അതും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തീർക്കാമായിരുന്നു. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ട് ഇത്രയും വലിയൊരിത് ആവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നെഗറ്റീവ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കിച്ചുവിന് ഇത് പ്രതികരിക്കേണ്ടി വന്നത്. നിങ്ങൾക്കൊന്ന് പേഴ്സണലായിട്ട് ആ വിഷയം പറഞ്ഞു തീർക്കാമായിരുന്നു. എന്താണ് വീണ മോനെ നോക്കിയില്ലേ, രേണു നോക്കിയല്ലേ? എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാവരും തന്നെയാണ്. കേട്ടല്ലേ, എല്ലാരും കേട്ടല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഒരു 3 വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനും കൂടെ കൊല്ലത്തോട്ട് വരുന്നതും. പിന്നെ മൊത്തം നോക്കിയത് അച്ചാമ്മ, വല്യച്ഛൻ, വല്യമ്മ,
അച്ഛൻ വരും. അച്ഛൻ അന്ന് ഭയങ്കര ഷൂട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് മൊത്തം എന്നെ നോക്കിയത് ഇവരാണ്. കിച്ചു ഇതിൻ്റെ അകത്തൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നുണ്ട്. എന്നെ നോക്കിയത് വീണയും അല്ല രേണു അല്ല, അതായത് രേണു സുധിയല്ല, വീണ സുധിയുടെ വിവാഹം കഴിഞ്ഞ ശേഷം വീണയായിരുന്നില്ല നോക്കിയിരുന്നത്. എന്നെ നോക്കിയത് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അമ്മ, അതായത് അച്ഛമ്മ, വല്യച്ഛൻ, വല്യമ്മ ഇവരൊക്കെ ആയിരുന്നു എന്നെ നോക്കിയതെന്ന് കിച്ചു 2 തവണയായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം അവിടെയായിരുന്നു നിന്നത്. പിന്നെ കിച്ചുവിൻ്റെ വീഡിയോയിനകത്ത് മുഴുവനായിട്ട് കണ്ടാൽ അറിയാം കിച്ചു പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കാനാണ്. ഞാനിപ്പോൾ അച്ഛനുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെ, അതായത് രേണുവിൻ്റെയും ഫാമിലിൻ്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ നിൽക്കുന്നിടത്താണ് എനിക്ക് സന്തോഷമുള്ളതെന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കിച്ചു എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രേണു ആണ് എന്നെ നോക്കിയതെന്നും കിച്ചു പറയുന്നില്ല. വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല കിച്ചുവിൻ്റെ കാര്യത്തിൽ, അവൻ അച്ഛൻ്റെ വീട്ടിലായിരുന്നു നിന്നത്, ഞാൻ എപ്പോഴും പരിപാടിയൊക്കെ ആയിട്ട് സുധിയുടെ കൂടെ പോകുമായിരുന്നു എന്ന് വീണ പറയുന്നത് ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് കേട്ടാൽ മനസ്സിലാവും. അത് പറയുന്നുണ്ടായിരുന്നു. ഫാസ്റ്റ് ഫുഡ് വാങ്ങി തരുന്നതിന് വഴക്കിട്ട് എന്ന് വീണ പറഞ്ഞപ്പോൾ മനസ്സിലായി. അതാണ് ഒരു മൊത്തത്തിൽ അങ്ങോട്ട് ഇതില്ലായിരുന്നു. ഞാനുള്ള അങ്ങനെ കുറേ ആൾക്കാർ കളന്നിട്ടുണ്ട് പറഞ്ഞു. അതാണ് വെടിയും പുകയും യുദ്ധവും സംസാരവും. അയ്യോ, ഉണ്ടായിരുന്നൊരു വേസ്റ്റ് ലൈഫ് എനിക്ക് ആ സമയത്ത്. അത്ര തന്നെ പോലെ എനിക്ക് ആ സമയത്തൊന്ന് ഞാൻ കുഞ്ഞിലേക്ക് സുധിക്കുട്ട എന്നുള്ള രീതിയിലായിരുന്നു കളിച്ചോണ്ട്. എനിക്ക് അങ്ങനെ പോലും വിളിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് വീണയുടെ വിവാഹത്തിന് ശേഷം കിച്ചു പറയുന്നുണ്ട്, ഞാൻ സുധിക്കുട്ട എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ സ്നേഹം ഒക്കെ കൂടുതലുണ്ടാകുമ്പോൾ അവർ തമ്മിൽ നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ സുധിക്കുട്ട എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് അത് വിളിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കിച്ചു പറയുന്നുണ്ട്. അതൊന്നും കള്ളം പറയേണ്ട ആവശ്യമില്ലാതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കിച്ചുവിൻ്റെ ഈ വീഡിയോ വന്നപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ് എന്തായാലും ഇതിനൊരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ വരുന്നുള്ളത്. അപ്പോൾ വീണയുടെ ഭാഗം വീണ പറയുന്നതാണ് ശരിയെന്ന് വീണക്ക് മുഴുവനായിട്ട് തെറ്റാണെന്ന് പറയുന്നില്ല. വീണയുടെ ഭാഗത്തും ശരിയുണ്ടാവും, എന്നാൽ കിച്ചു പറയുന്നതിലും ശരിയുണ്ടാവും. എല്ലാവരുടെ ഭാഗത്തും എല്ലാം വീണയുടെ ഭാഗത്ത് ശരിയെന്ന് പറയുന്നില്ല. കാരണം അത് പറയാനുണ്ടായ കാരണം വീണ പറയുന്നുണ്ട്, രേണു എന്നെ നാണം കെടുത്തി എന്ന് പറയുന്നത്. പക്ഷെ ഒരു വീഡിയോൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് വീണ എന്നുള്ളൊരു പേര് രേണു പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് വീഡിയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഇതുവരെയും വീണയുടെ പേര് എടുത്ത് രേണു പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ വീണയുടെ വോയിസിൻ്റെ വെക്കുന്നതിന് മുന്നേ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം, കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞു. ഇനി വന്നിട്ട് സത്യം എന്താണെന്ന് പറയാൻ ആ വ്യക്തി ഇല്ലാത്തടത്തോളം കാലം ഈ പ്രശ്നം പറഞ്ഞ് അധികം ഈ വീഡിയോസും ഇൻ്റർവ്യൂസും കാര്യങ്ങളൊന്നും കൊടുക്കാതെ പറഞ്ഞു തീർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ഇനിയും ആ മനുഷ്യൻ്റെ പേര് വലിച്ചിട്ട് പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെ പല ആൾക്കാരും എടുത്ത് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ കിച്ചുവിന് ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി കിച്ചുവിൻ്റെ ലൈവിൽ പറയുന്നുണ്ട്. കിച്ചു തന്നെ പറയുന്നുണ്ട്, ഞാനിത് പ്രതികരിക്കാനുണ്ടായ കാരണം ഞാൻ അധികം ഇതിനെക്കുറിച്ച് വീണയെക്കുറിച്ചിട്ട് അധികം പറയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ അത് നാളെ ഒരു ചർച്ചയായിട്ട് അടുത്ത പ്രശ്നമാവും. പക്ഷേ കൂടുതൽ എല്ലാവരും അച്ഛനിലേക്ക് തന്നെ, കാരണം കിച്ചുവിന് അത്രയും ഇഷ്ടമാണ് ആ സുധി എന്ന് പറയുന്ന വ്യക്തിയെ. ഞാൻ ലൈവ് കണ്ടത്, ഞാൻ സ്ഥലത്തില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരിച്ചു പോകുന്നു പറഞ്ഞല്ലോ. അതെ, ഞാൻ അവിടെയാണ്. അപ്പൊ എനിക്ക് ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ കൊടുക്കാനായിട്ട് എനിക്ക് വീഡിയോ കൊടുക്കാൻ താല്പര്യമില്ല. എന്നാലും നമ്മൾ കണ്ട സ്ഥിതിക്ക് പറയണമല്ലോ. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സഹോദരങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അവരുടെ ഇനിയിപ്പം രേണു കാണിച്ച് കത്തി കയറി കൊടുത്തില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ രാത്രി വിളിച്ചത്. എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിന്റെ ലൈവ് ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് പറഞ്ഞിരുന്നു ഞാനും പുതിയതായിട്ട് 24 മണിക്കൂർ വഴക്കായിരുന്നു, രാത്രി 2 മണിക്കൂർ മണിക്കൊക്കെ ഒരു കുടുംബ വീട്ടിൽ പോയിട്ടുണ്ട്. ശരിയാണ്, സത്യമാണ്. കിച്ചു പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അതിനൊരു കാരണമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ തുണിയൊക്കെ തേച്ച് കൊച്ചിനെയൊക്കെ ഒരുക്കി നമ്മൾ എന്നോട് പറയാൻ അമൃതയുടെ ഒരു ഷൂട്ടുണ്ട്, ഞാൻ ഷൂട്ടിന് പോയിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അമൃതയുടെ ഷൂട്ടിന് പോകാതെ പുള്ളിയുടെ മുൻ ഭാര്യയുടെ വീട്ടിലേക്ക് പോകാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ വേണ്ടത്. അങ്ങനെ ഈ കിച്ചുവിനെ കൊണ്ട് സുധിച്ചേട്ടൻ അമൃതയിൽ ഒരു ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ പോയത് ഈ ശാലിനിയുടെ വീട്ടിൽ ഈ ഇവരെ തമ്പാനൂരിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോയത് ഇവരെ കൊണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എന്നെ കോൾ ചെയ്തു. കാരണം ഞാൻ ഇവരുമായിട്ടൊന്നും കോൺടാക്ട് ഇല്ല ഇപ്പോൾ. അപ്പൊ ഒരു കാലത്ത് നമ്മളെല്ലാം ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇവരുമായിട്ടൊന്നും എനിക്ക് കോൺടാക്ട് ഇല്ല. അപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞതാണ് വീണല്ല എന്നെ അത് വിളിക്കുന്നത് ശിഖയാണ് കേട്ടോ. സുധിയാണ് എന്റെ പോക്ക് ശരിയല്ല കേട്ടോ മക്കളെ. ഞാൻ എന്താ കാര്യം ചേട്ടാ ഇപ്പൊ പറയുന്നത് അങ്ങനെ കാര്യം എന്ന് പറഞ്ഞു. സുധിയാണ് എനിക്ക് കിച്ചു വന്നിരിക്കുന്നത് ശാലിനിയുടെ വീട്ടിലാണ്. ഞാൻ സുധിയമായിട്ട് ഉടക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അറിയാൻ അതൊന്നും അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ. എന്നോട് പറഞ്ഞാൽ അമൃതയിൽ ഷൂട്ടിന് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ കിച്ചുവിനെ ഇതിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അവനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും കൂടി വരട്ടെ പറഞ്ഞു, വേണ്ട നീ വരണ്ടെന്ന്.
നീ വരണം. ഞാൻ പിന്നെ പോയില്ല. എനിക്കാണെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ വരണമെന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര ഫീൽ ചെയ്യും. ഞാൻ പിന്നെ എന്നെ പിന്നെ വിളിച്ചാലും ഞാൻ പോകില്ല. അതിന്റെ പേരിൽ അപ്പോഴൊന്നും വഴക്കുണ്ടായില്ല. ഞാൻ ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ രേണുസുതി തന്നെയാണ്. കാരണം രേണുസുതിയുടെ നെഗറ്റീവ് കാര്യങ്ങളോ അങ്ങനെ രേണുസുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയ ചർച്ചയായിരുന്നു. അതിപ്പോൾ ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരു പിടിയില്ല. ഇനി എങ്ങോട്ടൊക്കെ എത്തി നിൽക്കുന്നും ഒരു പിടിയില്ല. ഇനി എത്ര കഥാപാത്രങ്ങൾ വരാനുണ്ടെന്നും അറിയില്ല. പല പല കഥാപാത്രങ്ങളും വരാനുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇനി 5 ദിവസം കഴിഞ്ഞാൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബിഗ് ബോസിലേക്ക് രേണു പോകുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും അറിയില്ല. രേണുവോട് ചോദിക്കുമ്പോൾ രേണു വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് രേണുവിനെ ബിഗ് ബോസിലേക്ക് കൺഫേം ടിക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തന്നെയാലും രേണു പോയിട്ടുണ്ടെങ്കിൽ രേണു ഇതേപോലെ തന്നെ സ്വഭാവമാണ് അവിടെയെങ്കിൽ എന്ത് തന്നെയാലും നെഗറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഗെയിം അഥവാ രേണു പോയിട്ടുണ്ടെങ്കിൽ രേണുവിൻ്റെ ഗെയിം എങ്ങനെയാണ് റിയൽ ആയിട്ടുള്ള ഒരു അതായത് ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ട് മാറാതെ നല്ല റിയൽ ആയിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും. കാരണം ഇവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ ബിഗ് ബോസിൽ എടുക്കേണ്ട കാര്യമില്ല. ബിഗ് ബോസിൽ എങ്ങനെയാണ് രേണുവിൻ്റെ കളി, അത് നല്ല റിയൽ ആയിട്ടുള്ള കളിയാണ്, അല്ലാതെ ഫേക്ക് കളിച്ച ഇങ്ങനെ സഹതാപം കിട്ടുന്ന ടൈപ്പ് അതുപോലെയുള്ള നല്ല രീതിയിൽ നല്ലൊരു ഗെയിമർ ആണെങ്കിൽ എന്ത് തന്നെയാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യും. രേണു 100 ദിവസം നിൽക്കും. ചിലപ്പോൾ കപ്പും കിട്ടിയെന്ന് വരാം, പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ടുള്ളവർക്ക് അവിടെ പോസിറ്റീവായിട്ട് കിട്ടിയെന്ന് വരാം. അവിടെ ഇരിക്കുന്ന കളി പോലെ ഇരിക്കും, ആ ഗെയിം പോലെ ഇരിക്കും. അത് പ്രേക്ഷകർക്ക് എത്രത്തോളം ഇഷ്ടമാവും അതനുസരിച്ചിട്ടായിരിക്കും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് രേണു അവിടെ നല്ല ഇതുപോലെ ഇപ്പോൾ ഈ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കളിക്കുന്ന കളിയാണെങ്കിൽ എന്ത് തന്നെയാലും രേണുവിന് സപ്പോർട്ട് കുറവായിരിക്കും. നല്ല റിയൽ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഗെയിമറായിട്ട് കളിക്കുന്നതാണെങ്കിൽ എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്യും. രേണു ജയിക്കുക തന്നെ ചെയ്യും.